Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പോൾ ഈ എക്സാം ടൈം അടുത്തിരിക്കുമ്പോൾ നമുക്ക് സയൻസിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൻ്റെ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളും ഇനി വരാൻ ചാൻസ് ഉള്ളതും ഒക്കെ ഒന്ന് നോക്കി പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ വൈറ്റമിൻ നോൺ ആസ് ടോക്കോഫെറോൾ അല്ലേ, വൈറ്റമിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. വൈറ്റമിൻ ഇ ആണ് ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി വൈറ്റമിനും അതിന്റെ കെമിക്കൽ നെയിമും ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ആദ്യത്തേത് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിം എന്താണ്? റെറ്റിനോൾ ആണ് കേട്ടോ. എന്താണ്? റെറ്റിനോൾ ആണ്. ഇനി അടുത്തത് വൈറ്റമിൻ B1 ആണെങ്കിൽ തയാമിൻ ആണ്. ദെൻ വൈറ്റമിൻ B2 ആണെങ്കിൽ റൈബോഫ്ലാവിൻ ആണ്. വൈറ്റമിൻ B3 ആണെങ്കിൽ നിയാസിൻ ആണ്. ദെൻ വൈറ്റമിൻ B5 പാൻഡോതെനിക് ആസിഡ് ആണ്. വൈറ്റമിൻ B7 ആണെങ്കിൽ ബയോട്ടിൻ ആണ്. വൈറ്റമിൻ B9 ആണെങ്കിൽ ഫോളിക് ആസിഡ് ആണ്. ഈ ഫോളിക് ആസിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ B9 ആണ് ഇതെന്ന് പറയുന്നത് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ വൈറ്റമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ വൈറ്റമിൻ എയുടെ ആണെങ്കിൽ എന്താണ്? ലോസ് ഓഫ് വിഷൻ അല്ലെ, നിശാന്തത എന്നൊക്കെ നമ്മൾ പറയും. ദെൻ വൈറ്റമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ബെറിബെറി ആണ്. ദെൻ വൈറ്റമിൻ സി ആണെങ്കിൽ സ്കർവി. ഏതാണ്? സ്കർവി ആണ്. വൈറ്റമിൻ ഡി ആണെങ്കിൽ റിക്കറ്റ്സ് ആണ് കേട്ടോ. ഇനി കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നത് എന്താണ്? ബോൺ ആൻഡ് ടൂത്ത് ഡിക്കേ ആണ്. ഇനി അയഡിൻ. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോയിറ്റർ ആണ്. അയണിന്റെ ഡെഫിഷ്യൻസി ആണെങ്കിലോ അനീമിയ ആണ് അല്ലെ. അപ്പൊ ഈ ഡെഫിഷ്യൻസി ഡിസീസസും ജസ്റ്റ് ഒന്ന് നോക്കി പോകണം. ഓക്കെ, ഇനി ആന്റി പെല്ലഗ്ര വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ B3 ആണ്. ദെൻ ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ സി ആണ്. ആന്റി റിക്കറ്റ്സ് വിറ്റാമിൻ വൈറ്റമിൻ ഡി ആണ്. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? വൈറ്റമിൻ ഡി ആണ്. ആന്റി സ്റ്റെറിലൈറ്റ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. അത് തന്നെയാണ് ഏത്? ബ്യൂട്ടി വിറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഇനി കൊയാഗുലേഷൻ വിറ്റാമിൻ ഏതായിരിക്കും? വൈറ്റമിൻ കെ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തിനെ പറ്റി അറിയണം? വിറ്റാമിനുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് കാറ്റലിസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കോണ്ടാക്ട് പ്രോസസ് ടു പ്രൊഡ്യൂസ് സൾഫ്യൂരിക് ആസിഡ്? കെമിസ്ട്രി ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സൾഫ്യൂരിക് ആസിഡിന്റെ വ്യവസായിക നിർമ്മാണമാണ് ഏതെന്ന് പറയുന്നത്? കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പൊ അതില് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പറയാമോ? ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. വനേഡിയം പെൻഡോക്സൈഡ് ആണ്. V2O5 എന്നുള്ളത് ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡ് ആണ്. ഇനി സ്പോഞ്ചി അയോൺ. സ്പോഞ്ചി അയോൺ ആണ് ഹേബർ പ്രോസസ്. എന്താണ് ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണമാണ് ഹേബർ പ്രോസസ്. അപ്പൊ ഈ ഹേബർ പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഈ ഒരു സ്പോഞ്ചി അയോൺ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് ഇതുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്തിട്ട് ഒന്ന് നോക്കാം. മഗ്നീഷ്യത്തിന്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് അറിയപ്പെടുന്ന എന്താണ്? ഡോപ്പ് പ്രോസസ് ആണ്. ദെൻ നൈട്രിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ അറിയുന്നത് എന്താണ്? ഓസ്റ്റ്വാൾഡ് പ്രോസസ്. അതിന്റെ പേരെന്താണ്? ഓസ്റ്റ്വാൾഡ് പ്രോസസ് ആണ്. നോബിൾ മെറ്റൽസ്. നോബിൾ മെറ്റൽസിന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന ഏതാണ്? സൈനൈഡ് പ്രോസസ് എന്നുള്ളതാണ്. സൾഫ്യൂരിക് ആസിഡ് നമ്മൾ പറഞ്ഞതാണ് കോണ്ടാക്ട് പ്രോസസ്. ക്ലോറിൻ ഗ്യാസ് ആണെങ്കിൽ എന്താണ്? ഡീക്കൻസ് പ്രോസസ്. സോഡിയം ആണെങ്കിൽ ഡൗൺ പ്രോസസ്. ഹൈഡ്രജൻ ആണെങ്കിൽ ബോഷ് പ്രോസസ്. ദെൻ അലുമിനിയം ആണെങ്കിൽ ഹാൾ ഹെറോൾട്ട് പ്രോസസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ലോഹങ്ങളും ലോഹസങ്കരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. ലോഹസങ്കരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ബ്രോൺസ്, ബ്രാസ്, ഗൺമെറ്റൽ, നിക്കൽ, സ്റ്റീൽ ഇത്രയുമാണ് തന്നിരിക്കുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ലോഹസങ്കരങ്ങൾ തന്നെയാണ് അല്ലെ. ബ്രോൺസ് ആണെങ്കിലും ബ്രാസ് ആണെങ്കിലും ഗൺമെറ്റൽ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. സോ ഇവിടുത്തെ ആൻസർ ഏതാണ്?
ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് ബ്രോൺസ് ആവുമ്പോ എങ്ങനെയാണ്? ബ്രോൺസ് ആണെങ്കിൽ കോപ്പറും ടിന്നും അല്ലെ, കോപ്പറും ടിന്നുമാണ്. ദെൻ ബ്രാസ് ആണെങ്കിലോ കോപ്പറും സിങ്കുമാണ്. ബ്രാസ് ആണെങ്കിൽ കോപ്പറും സിങ്കുമാണ്. ഇനി ഗൺമെറ്റൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ്? കോപ്പർ, സിങ്ക്, ടിന്ന്, ഇത്രയും ഉണ്ട്. നിക്കൽ സ്റ്റീൽ ആണെങ്കിൽ അയേണ്, നിക്കല്, കാർബൺ. അപ്പൊ ഈ രീതിയിലാണ് മാച്ച് ചെയ്യേണ്ടത്. സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. കുറച്ചുകൂടെ ലോഹസങ്കരങ്ങളും അതിലടങ്ങിയിരിക്കുന്ന മെറ്റൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബ്രാസ് നമ്മൾ പറഞ്ഞു കോപ്പറും സിങ്കും ആണ്. ബ്രോൺസ് ആണെങ്കിൽ കോപ്പറും ടിന്നും ആണ്. ഗൺമെറ്റൽ ആണെങ്കിൽ കോപ്പറും ടിന്നും സിങ്കുമാണ്. ജർമ്മൻ സിൽവർ അടങ്ങിയിരിക്കുന്നത് ആരൊക്കെയാണ്? കോപ്പർ ഉണ്ട്, നിക്കൽ ഉണ്ട്, സിങ്ക് ഉണ്ട്. ദെൻ അൽനിക്കോ ആവുമ്പോ എന്തൊക്കെയാണ്? അലുമിനിയം ഉണ്ട്, നിക്കൽ ഉണ്ട്, കൊബാൾട്ട് അല്ലെ, കൊബാൾട്ട് ഉണ്ട്. ദെൻ എന്താണ്? അയൺ. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും മെറ്റൽസ് അടങ്ങിയിട്ടുണ്ട്. നിക്രോം ആണെങ്കിൽ നിക്കല്, അയേണ്, ക്രോമിയം. അടുത്തത് സ്റ്റീൽ ആണെങ്കിൽ അയേണും കാർബണും ആണ്. ടൈപ്പ് മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ഏതൊക്കെയാണ്? കോപ്പർ, ലെഡ്, ടിന്ന്, ആന്റിമണി. ഓക്കെ, ഇനി അടുത്തത് ഇതിനോടനുബന്ധിച്ച് നമുക്ക് ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകൂടെ നോക്കി പോകേണ്ട ഒരു ഭാഗമാണ് ഇത് അയിരുകളും ധാതുക്കളും, അതായത് മെറ്റൽസിന്റെ ഓറുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ സോഡിയത്തിന്റെ ഓറാണ് ഇത് റോക്ക് സാൾട്ട്. കാൽസ്യം ആണെങ്കിൽ ലൈംസ്റ്റോൺ ഉണ്ട്, ജിപ്സം ഉണ്ട്, ഡോളോമൈറ്റ് ഉണ്ട്. ദെൻ മാഗ്നീഷ്യം ആണെങ്കിൽ മാഗ്നസൈറ്റ് ഉണ്ട്. അലുമിനിയം ആണെങ്കിൽ ബോക്സൈറ്റും ക്രിയോലൈറ്റും ഓറാണ് കേട്ടോ. ഇനി അടുത്തത് സിങ്ക് ആണെങ്കിൽ സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. ദെൻ കോപ്പർ വരുമ്പം ചാൽക്കൊലൈറ്റ് ഉണ്ട്, മാലക്കൈറ്റ് ഉണ്ട്, കുപ്രൈറ്റ് ഉണ്ട്, അസുറൈറ്റ് ഉണ്ട്. ദെൻ മെർക്കുറി ആണെങ്കിൽ നമുക്കറിയാവുന്നതാണ്, മെർക്കുറിയുടെ ഓർ ഏതാണ്? സിന്നബാർ ആണ് അല്ലെ. ഇനി സിൽവർ ആണെങ്കിലോ അർജന്റൈറ്റേറ്റും ഹോം സിൽവറും ഉണ്ട്. ദെൻ അയൺ ആണെങ്കിൽ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറോറ്റിക്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് നോക്കി പോകേണ്ടത് അയൺ ആണെങ്കിൽ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അറിഞ്ഞിരിക്കണം. ഇനി സിൽവർ ആണെങ്കിൽ അർജന്റൈറ്റ് നോക്കി പോണം. മെർക്കുറി സിനബാർ അറിഞ്ഞിരിക്കണം. കോപ്പർ ആണെങ്കിൽ ചാൽക്കൊലൈറ്റും മാലക്കൈറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും സ്ഥിരമായിട്ട് നമ്മൾ കാണാറുള്ളതാണ്, പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നോക്കുക, വിച്ച് സെൽ ഓർഗനല്ലേ ഈസ് നോൺ ആസ് ദ സൂയിസൈഡ് ബാഗ്സ് ഓഫ് സെൽ. സെല്ലിലെ സൂയിസൈഡ് ബാഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അല്ലെങ്കിൽ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ, ലൈസോസോംസ് ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? സൂയിസൈഡ് ബാഗ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി നോക്കുക, പവർ ഹൗസ്, സെല്ലിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മൈറ്റോകോൺട്രിയ ആണ്. ബ്രെയിൻ ഓഫ് ദി സെൽ ഏതാണ്? ന്യൂക്ലിയസ് ആണ്. കിച്ചൺ ഓഫ് ദി സെൽ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ദെൻ എനർജി കറൻസി ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ATP ആണ്. സൂയിസൈഡൽ ബാഗ് നമ്മൾ പറഞ്ഞു ലൈസോസോം ആണ്. ദെൻ ട്രാഫിക് പോലീസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നത് ഗോൾഗി ബോഡീസ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A device used to measure the amount of moisture in the atmosphere is called. എന്താണ്? അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് അല്ലെ, ഹൈഗ്രോമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അനിമോമീറ്റർ ആണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇൻസ്ട്രുമെന്റ് ഫോർ മെഷറിംഗ് ദ ഫോഴ്സ് ആൻഡ് വെലോസിറ്റി ഓഫ് ദി വിൻഡ് അല്ലെ, കാറ്റിന്റെ വേഗത അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത് എന്ന് പറയുന്നത്? അനിമോമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഓഡിയോമീറ്റർ ആണെങ്കിലോ ആൻ ഇൻസ്ട്രുമെന്റ് ടു മെഷർ ദ ഇന്റൻസിറ്റി ഓഫ് സൗണ്ട്. സൗണ്ടിന്റെ ഇന്റൻസിറ്റി അളക്കാനായിട്ടാണ് ഓഡിയോമീറ്റർ ഉപയോഗിക്കുന്നത്. ബാരോമീറ്റർ ആണെങ്കിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ അളക്കാനായിട്ട് ഉപയോഗിക്കും. കലോറിമീറ്റർ ആണെങ്കിൽ ഹീറ്റിന്റെ ക്വാണ്ടിറ്റി അളവടക്കാനായിട്ടാണ് ഏത് ഉപയോഗിക്കുക? കലോറിമീറ്റർ ഉപയോഗിക്കുക. ഇലക്ട്രോസ്കോപ്പ് ആണെങ്കിലോ ഇലക്ട്രിക് ചാർജ് അല്ലെ, പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത് എന്ന് പറയുന്നത്? ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ ഫാത്തോമീറ്റർ ആണെങ്കിൽ ഓഷ്യൻ അല്ലെങ്കിൽ എന്താണ് സമുദ്രത്തിന്റെ ഒക്കെ ആഴം അളക്കാനായിട്ട് ഉപയോഗിക്കും. ദെൻ ഗാൽവനോമീറ്റർ ചെറിയ അളവിലുള്ള കറണ്ട് പോലും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹൈഡ്രോമീറ്റർ ആണെങ്കിലോ ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. എ ഡിസീസ് കോസ്ഡ് ബൈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി. പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് അല്ലെ, ക്യോഷിയോർക്കർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സ്കർവി നമ്മൾ പറഞ്ഞതാണ്, വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാവുന്നതാണ്. ഇനി റിക്കറ്റ്സ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അനീമിയ ആണെങ്കിൽ അയൺ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പൊ നമ്മൾ ഏകദേശം നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് സയൻസ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്ട്രാ പോയിന്റ്സും ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് നല്ല രീതിയിൽ ഒന്ന് നോക്കിയിട്ട് പോകണം. ഇനി നിങ്ങളിൽ പലരും ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവരുണ്ടാകാം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അടുത്ത എക്സാമിന് വേണ്ടിയുള്ള ഒരു ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാച്ചിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ സിലബസ് വൈസ് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഉണ്ട്, മെന്റർഷിപ്പ് ക്ലാസ്സസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബേസ് തൊട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്